ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ നിത്യയൗവനം കാത്തു സൂക്ഷിക്കുന്ന ഹോർമോണുകളെ കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ ഏതാണ്? അത് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയും, വളർച്ചയുടെ ഹോർമോൺ. ഇത് പേര് കേട്ടപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കുട്ടികളുടെ വളർച്ചയ്ക്ക് മാത്രം സഹായിക്കുന്നതാണ്. അത് മാത്രമല്ല, മുതിർന്നവരിലും ഗ്രോത്ത് ഹോർമോൺ ഇത് നമ്മുടെ ശരീരത്തിലെ മസിലുകളെ റിപ്പയർ ചെയ്യാൻ, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ച് കളയാൻ, നമ്മുടെ എല്ലുകളെ ശക്തിപ്പെടുത്താൻ, നമ്മളുടെ തൊലികളെ എന്നും മൃദുലമായതും ഫേമായി നിലനിർത്താൻ, പിന്നെ അതിനേക്കാൾ ഉപരി നമ്മുടെ പ്രായം കൂടി വരുന്നത് കുറക്കാനൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ്. ഈ ഗ്രോത്ത് ഹോർമോണ് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ എപ്പോഴാണ് ഇത്? ഉറക്കത്തിൻ്റെ ഒരു മിഡ് നൈറ്റിൻ്റെ മുമ്പായിട്ടാണ് ഈ ഹോർമോൺ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ് മെലറ്റോണിൻ എന്ന് പറയുന്നത്. നമ്മളെ ഉറക്കത്തിൻ്റെ ടൈമിങ്ങിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ. ഒരു ആൻറ്റി ഓക്സിഡൻ്റ്, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് പ്രവർത്തിക്കുന്ന ഹോർമോൺ. നമ്മളെ തലച്ചോറിൻ്റെ കോശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹോർമോൺ. നമുക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ ഹോർമോണുകളൊക്കെ കൊള്ളയടിക്കപ്പെട്ടു എന്നാണ്.